നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ രണ്ട് സഹോദരന്മാർ ഒരുമിച്ച് വന്നു. രണ്ടാളുകൾ. അവർ രണ്ടുപേരും ഷഹാദത്ത് കലിമ ചൊല്ലി മുസ്ലിമായി. രണ്ടുപേരും നല്ല ജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്ന മധ്യേ ഒരാൾ മരണപ്പെടും. അയാൾ മരണപ്പെട്ട് ഒരു കൊല്ലം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ആള് മരിച്ചു. രണ്ടിൽ ഒരാൾ മരണപ്പെട്ട് ഒരു വർഷം കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ ആള് മരണപ്പെട്ടു. രണ്ടാമത്തെ ആള് മരണപ്പെട്ടപ്പോൾ അദ്ദേഹത്തിന്റെ ജനാസയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്വഹാബാക്കൾ അദ്ദേഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്ന കൂട്ടത്തിൽ ഒരു വാക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു. എന്താണ് അവരുടെ ദുആ? അല്ലാഹുമ്മ അൽഹിഖുഹു ബിൽ ഊല. പടച്ചവനെ, ഇപ്പൊ മരിച്ച ഇദ്ദേഹത്തെ ആദ്യം മരിച്ച ആളിലേക്ക് നീ ചേർക്കണേ എന്ന് ദുആ ചെയ്തു. ആ ദുആ നബി തങ്ങൾ കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ ഇടപെട്ടു. പ്രത്യക്ഷത്തിൽ ആ ദുആ ഇങ്ങനെ കേട്ടാൽ ആർക്കാണ് അധിക ശ്രേഷ്ഠത? ഇപ്പോൾ മരിച്ച ആളെ ആദ്യം മരിച്ച ആളിലേക്ക് ചേർക്കണേ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠത ആർക്കാ അധികം? പണ്ട് മുഫത്തിശ് മദ്രസിൽ വന്നിട്ട് കുട്ടികളോട് ചോദിച്ചു, സ്കൂളിന്റെ 13ാമത്തെ ഫർള് ഏതാന്ന് ചോദിച്ചു. അപ്പൊ രണ്ട് കുട്ടികൾ പറഞ്ഞു, ഞങ്ങളിവിടെ കുളത്തിലിറങ്ങി മുങ്ങലാണ്. പിന്നെ 13ഉം 14ഉം നോക്കണ്ടേ എന്ന മാതിരി ആയാൽ പറ്റുമല്ലോ. പ്രത്യക്ഷത്തിൽ ആർക്കാണ് ശ്രേഷ്ഠത? ഇപ്പൊ മരിച്ചാക്കോ ആദ്യം മരിച്ചാക്കോ? ആദ്യം മരിച്ച ആൾക്ക് അല്ലേ? ഇയാളെ അയാളിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ അയാൾക്കാണ് ശ്രേഷ്ഠത കൂടുതൽ എന്നാണല്ലോ പ്രത്യക്ഷം തോന്നുക. അപ്പൊ ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം നേരത്തെ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് തോന്നിപ്പോ അല്ലേ? യഥാർത്ഥത്തിൽ ഒരു സത്യവിശ്വാസി അതാണോ വിചാരിക്കേണ്ടത്? പിന്നെ ഒരു ദിവസമെങ്കിലും ഭൂമിയിൽ അധികം ജീവിക്കാൻ സമയം കിട്ടിയെങ്കിൽ അതാണ് ആഗ്രഹിക്കുന്നത്. മരിച്ചെങ്കിൽ എന്ന് ആഗ്രഹിക്കാൻ ഒരു മുസ്ലിമിന് പാടില്ല. ഒരു ദിവസവും കൂടി ജീവിച്ചെങ്കിൽ എന്നാണ് ആഗ്രഹിക്കുന്നത്. അപ്പൊ നബി മുഹമ്മദ് മുസ്തഫ നബി തങ്ങൾ അവിടെ ഇടപെട്ടു. എന്താണ് പറഞ്ഞത്? ഒരു വർഷം അധികം ജീവിച്ചപ്പോൾ അയാൾക്ക് 6000 റക്അത്ത് നിസ്കാരം അധികം കിട്ടിയില്ലേ? മുഹമ്മദ് റസൂലുള്ളാഹ്. ഒരു വർഷം നമ്മൾ ഫർള് നിസ്കരിച്ചാൽ ആ ഫർള് നിസ്കാരം ഒരു വർഷം 17 റക്അത്ത് നിസ്കരിക്കുമ്പോൾ 6000 റക്അത്ത് നിസ്കാരം അദ്ദേഹത്തിന് അധികം കിട്ടിയില്ലേ? മുഹമ്മദ് മുസ്തഫ 6000 റക്അത്ത് അധികം നിസ്കാരം കിട്ടുമ്പോൾ അതിന് ചേർന്ന് വുളു അതിന്റെ കൂടെ കിട്ടും അല്ലേ? വുളു എടുക്കുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച ഒരു ചെറിയ സംഗതിയാണ്. വുളു എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു അമലാണ്. അതിന് ഒരു സാധാരണ മനസ്സിലാകുന്ന ഒരു ഉദാഹരണം പറഞ്ഞാൽ, നമ്മുടെ നാട്ടിൽ നിന്ന് ഹജ്ജിന് പോണെങ്കിൽ ആദ്യം ഏത് കിട്ടണം? പാസ്പോർട്ട് കിട്ടണം. വിസക്ക് പോണെങ്കിൽ, ദുബായിക്ക് പോണെങ്കിൽ ആദ്യം ഏത് കിട്ടണം? പാസ്പോർട്ട്. പാസ്പോർട്ടിലാണ് വിസ അടിക്കൽ അല്ലേ? പാസ്പോർട്ടിലാണ് ഏത്? വിസ അടിക്കൽ. എന്ന പോലെ ഇബാദത്തുകൾക്കുള്ള പാസ്പോർട്ടാണ് വുളു. വുളു എന്ന പാസ്പോർട്ടിൽ നിസ്കാരം എന്ന വിസ അടിക്കും. വുളു എന്ന പാസ്പോർട്ടിൽ തവാഫ് എന്ന വിസ അടിക്കും. വുളു എന്ന പാസ്പോർട്ടിൽ ഖുർആൻ ഓതുക എന്ന വിസ അടിക്കും. അപ്പൊ ആദ്യം ഏത് ക്ലിയർ ആവണം? പാസ്പോർട്ട് ക്ലിയർ ആകണം, എന്നെങ്കിലും വിസ അടിക്കാൻ പറ്റും. അപ്പൊ ആരാധനകളുടെ പാസ്പോർട്ടാണ് വുളു അല്ലേ? ഒരു കൊല്ലം എത്ര പ്രാവശ്യം വുളു കൊടുത്തു? നമ്മളൊക്കെ ഇപ്പൊ സാധാരണ പറയാൻ ഒരു ദിവസം 5ഓ 6ഓ പ്രാവശ്യം നമ്മളൊക്കെ വുളു കൊടുക്കുന്നുണ്ട് അല്ലേ? മിക്കവാറും 5 വഖത്ത് നിസ്കാരത്തിന് എത്ര വുളു കൊടുക്കും?
5 ഓത് കൊടുക്കും. രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോഴോ ഒരു ഓത് കൊടുക്കും. ചിലപ്പോ ദുഹാഇന് വേണ്ടി എന്ത് ചെയ്യും? വേറൊരു ഓത്. അപ്പൊ ഒരു കൊല്ലം ഒരാൾ ജീവിക്കുമ്പോൾ എത്ര ഓതുവായി? ഒരു കൊല്ലം അയാൾ നിസ്കരിച്ചപ്പോൾ എത്ര വാങ്ങും ഇഖാമത്തുമായി? ഒരു കൊല്ലം നിസ്കരിച്ചപ്പോൾ എത്ര നിയ്യത്തായി, എത്ര വജ്ഹത്തുമായി, എത്ര ഫാത്തിഹയായി? 6000 റക്അത്ത് നിസ്കാരത്തിന് 6000 ഫാത്തിഹയായി, 6000 റുകൂആയി, 12000 സുജൂദായി. ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോൾ അയാളെ സമ്പാദ്യം എത്രയാണ്? സാധാരണഗതിയിൽ നമ്മൾ റവാത്തിബ് സുന്നത്ത് നിസ്കരിക്കാൻ വേണ്ടി തീരുമാനിച്ചാൽ 17 റക്അത്ത് ഫർള് നിസ്കരിക്കുമ്പോൾ നമ്മൾ എത്ര റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്? 17 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നുണ്ട്. അപ്പൊ വീണ്ടും ഒരു 6000. നമ്മൾ ദുഹാ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ എത്രയായി? നമ്മൾ വിത്ർ നിസ്കരിക്കുന്നുണ്ടെങ്കിൽ അതെത്രയായി? ഒരു കൊല്ലം ഒരാളെ അധികം ജീവിച്ചപ്പോൾ അയാള് വെള്ളിയാഴ്ചയുടെ സുന്നത്തുകളൊക്കെ കൃത്യമായി എടുക്കുന്ന ആളാണെങ്കിൽ എത്ര വെള്ളിയാഴ്ചയായി ഒരു കൊല്ലത്തിന്? അപ്പൊ എത്ര അൽകഹഫായി, എത്ര സ്വലാത്തായി? തിങ്കളാഴ്ച ദിവസം സുന്നത്ത് നോമ്പെടുക്കുന്ന പതിവുകാരനാണെങ്കിൽ അയാൾക്ക് ഒരു കൊല്ലത്തിന് എത്ര നോമ്പായി? അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ ഒരു കൊല്ലം അധികം ജീവിച്ചപ്പോൾ അയാളുടെ സമ്പാദ്യം എത്രയാണ്? അപ്പൊ അല്ലാഹുമ്മ അൽഹിഖ്ഹു ബിൽ ഊല, ഇദ്ദേഹത്തെ അദ്ദേഹത്തിലേക്ക് ചേർക്കണേ എന്ന് പറയുമ്പോൾ നേരത്തെ മരിച്ചു കിട്ടിയെങ്കിൽ എന്ന് തോന്നിപ്പോകണോ? മറിച്ച് ഒരു സത്യവിശ്വാസി എന്താണ് ആഗ്രഹിക്കേണ്ടത്? ഒരു ദിവസം ഭൂമിയിൽ അധികം ജീവിച്ചു കിട്ടിയെങ്കിൽ എന്തുവാണ്? ഒരു മുസൽമാൻ, ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അധിക സമ്പാദ്യം. ഒരു സത്യവിശ്വാസിയുടെ ജീവിതം അധിക സമ്പാദ്യം. മുന്നിലിരിക്കണവര് കുറച്ചും കൂടി കയറി അതിൽ വരുന്നവർക്ക് അങ്ങനെ വരാനൊക്കെ ഒരു സൗകര്യം ഇവിടെ ഇരിക്കാൻ പാടില്ല. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്ക് ഓരോ സ്ഥലത്ത് ഇരിക്കാൻ തീർച്ചയാക്കുമല്ലോ അവിടെ തന്നെ ഇരിക്കാം. അല്ലാഹു തആല ഖൈർ തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ പറയുന്നത്, നമ്മുടെ ജീവിതം ഒരു 24 മണിക്കൂർ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്താണ് പുതിയത് സമ്പാദിച്ചത്? അതാണ് നമ്മൾ നമ്മളെ ഒരു ദിവസം പിന്നിടുമ്പോൾ അതിലൊരു സമ്പാദ്യമാണ്. നമ്മൾ ഒരു ദിവസം ജീവിച്ചപ്പോൾ ഒരു രോഗിയെ സന്ദർശിച്ചു, അതൊരു സമ്പാദ്യമാണ്. നമ്മൾ ഒരു മയ്യത്തിന്റെ കൂടെ നടന്നു, അതൊരു സമ്പാദ്യമാണ്. ഒരു ഖബറിലേക്ക് 3 പിടി മണ്ണ് വാരിട്ടു, അത് മറ്റൊരു സമ്പാദ്യമാണ്. 2 ആളുകൾ തമ്മിൽ പിണക്കത്തിൽ നിൽക്കായിരുന്നു, അത് 2 ആളും തമ്മിലാണ് ഇണങ്ങി നന്നായി, അത് വലിയൊരു സമ്പാദ്യമാണ്. നമ്മുടെ കയ്യിലുണ്ടായിരുന്ന 1 രൂപ സദഖ ചെയ്തു, അതൊരു സമ്പാദ്യമാണ്. നമ്മൾ സാധാരണ 10 സ്വലാത്ത് ചെല്ലല, അപ്പൊ നമ്മൾ ഒരു സ്വലാത്താണ് 11 ആക്കി, അതൊരു സമ്പാദ്യമാണ്. ഇങ്ങനെ ഒരു സത്യവിശ്വാസിയുടെ ഒരു ദിവസ ജീവിതം അത് സമ്പാദിക്കാൻ സാധിച്ചാൽ അതിലൊക്കെ കൂടുതൽ സമ്പാദ്യമുണ്ടാവും. അതാണ് വിശ്വാസികളുടെ ജീവിതം. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, നമ്മൾ ആരും മരിച്ചെങ്കിൽ എന്ന് വിചാരിക്കാൻ പാടില്ല. ഒരു സത്യവിശ്വാസി ഒരു സാഹചര്യത്തിലും അവൻ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും ഇപ്പത്തെ കാലത്ത് പ്രത്യേകിച്ചും ആത്മഹത്യ ചെയ്യേണ്ട കാര്യമില്ല. നമ്മളെ ഇന്ത്യ രാജ്യത്ത് എവിടുന്ന് റാഷൻ വാങ്ങാം. ബംഗാളികളൊക്കെ നമ്മളെ നാട്ടിൽ റാഷൻ വാങ്ങണേ, പിന്നെന്തിനാ ആത്മഹത്യ ചെയ്യാൻ നിൽക്കണേ? എവിടെ പോയാലും ആകെ ഇപ്പൊ ഭൂമിയിൽ ഈ വിശാലമായ സ്ഥലത്ത് താമസിക്കുമ്പോ ചിലപ്പം കടം കൊണ്ട് കുടുങ്ങിയത് വരും, അള്ളാഹ് കാക്കട്ടെ. ചിലപ്പോ ഒരു കുടുംബ പ്രശ്നങ്ങളൊക്കെ കൊണ്ട് മാനസികമായ ടെൻഷൻ ഉണ്ടായി എന്ന് വരും, പടച്ചോൻ ഖൈറാക്കി തരട്ടെ. ചിലപ്പോൾ നമുക്ക് എന്താവും, ഒരു രോഗം വന്നിട്ട് അവിടെ വേദന ഇവിടെ വേദന, അങ്ങനെ ഒരു പ്രശ്നം വന്നെന്ന് വരും, അള്ളാഹു ശിഫാക്കി തരട്ടെ. ഞമ്മക്ക് രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹ്, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാഹ്, രോഗത്തിലും ആരോഗ്യത്തിലും അല്ലാഹ്, ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാഹ്, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാഹ്, നമ്മുടെ ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹ്. നമ്മൾ ഒരു പക്ഷേ പട്ടുമെത്തയിൽ ഉറങ്ങാണ്, അല്ലാഹ്.
വെന്റിലേറ്ററിലോ ICUലോ കിടക്കേണ്ടി വന്നു. ഒരു സത്യവിശ്വാസി ഒരിക്കലും ഒറ്റക്കല്ല. നാം ഇരുട്ടിൽ ഒറ്റക്കല്ല, നാം വെളിച്ചത്തിൽ ഒറ്റക്കല്ല, നാം എവിടെയും ഒറ്റക്കല്ല. അതാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. നമ്മുടെ ഖബറിൽ പോലും നമ്മൾ ഒറ്റക്കല്ല. ഇമ്മാ റൗദത്തും മിൻ റിയാദിൽ ജന്ന. സ്വർഗ്ഗം എന്തായിരിക്കും നമ്മുടെ ഖബർ? അതൊരു സ്വർഗീയ പൂങ്കാവനമായി അല്ലേ? ഖബർ നമുക്ക് എന്തായിരിക്കും? ഒരു സ്വർഗ പൂങ്കാവനമാണ് ഖബർ. പിന്നെ അവിടെ ഒറ്റക്കാണോ? നമ്മൾ ഒരിക്കലും എവിടെയും ഒറ്റക്കല്ല. പിന്നെ ഒരു മുഅ്മിൻ ഞാൻ മരിച്ചു കിട്ടിയെങ്കിൽ, എന്തിനാ അങ്ങനെ വിചാരിക്കേണ്ട കാര്യം? ഒരു ചങ്ങായി പാതിരാക്ക് ഫോൺ ചെയ്തിട്ട്, ഹലോ കൂറ്റമ്പാർ ഉസ്താദല്ലേ? അതേ മോനെ, എന്റെ ഉസ്താദേ എന്റെ പെണ്ണുങ്ങൾ കിണറ്റി ചാടാൻ പോവുകയാണ്, എന്നാ ടോർച്ച് അടിച്ചു കൊടുത്തളാറിഞ്ഞ ഓളേതായാലും പോവുകയാണ്, പിന്നെ വയ്യ അയക്കാൻ നിൽക്കണ്ടല്ലോ അല്ലേ? നാളെ ഒരാൾ കിണറ്റി ചാടാൻ പോയിട്ട് നീർക്കോലിനെ കണ്ട് തിരിച്ചു പോകുന്നത്. ഇതാ ചാടാൻ. ഞാനിത് ഓർമ്മപ്പെടുത്തുന്നത്, ഒരു പെണ്ണും ഒരാണും ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കിണറ്റി ചാടിയെങ്കിലോ എന്ന് കരുതി, ഞാനാണ് ജീവൻ ഒടുക്കിയെങ്കിലോ എന്ന് കരുതി, ഒരു സത്യവിശ്വാസിയുടെ നാവിൽ നിന്ന് അങ്ങനെ ഒരു വാക്ക് വന്നു പോയാൽ അത് മായ്ച്ചു കളയാൻ വളരെ പ്രയാസമാണ്. മനസ്സിന് ചിലപ്പോ ഇബ്ലീസ് പലതും തോന്നിപ്പിക്കും. തോന്നിയതൊക്കെ പറയാൻ പാടില്ല. നമ്മളെ മനസ്സിന് പല സംഗതികളും തോന്നും. തോന്നിയതൊന്നും പറയരുത്. തോന്നിയത് തോന്നലോടുകൂടെ അടുത്ത നിസ്കാരത്തിന് ഒന്നുകൊടുത്ത് നിസ്കാരം കഴിയുമ്പോൾ ആ തോന്നിയത് അല്ലാഹു തആല കൽബിൽ നിന്ന് മായ്ച്ചു കളയും. പറഞ്ഞാൽ മാഞ്ഞു പോകില്ല, പറഞ്ഞാൽ മാഞ്ഞു പോകും ഇല്ല. അതാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് വന്നാൽ FIR രേഖപ്പെടുത്തുന്നതിന് മുമ്പ് ആ പോലീസുകാരനെ സ്വാധീനിച്ചിട്ട് അത് മായ്ച്ചു കളയണം. FIR ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ ഉടനെ അത് കമ്പ്യൂട്ടറിൽ കയറുന്നതോട് കൂടെ നമ്മളെ സ്റ്റേഷനിൽ എല്ലാ സ്റ്റേഷനിലും എത്തി. അത് എവിടേക്കെത്തി? അത് ഡിവൈഎസ്പിന്റെ അടുത്തെത്തി, SP-ന്റെ അടുത്ത്, IG-ന്റെ അടുത്തെത്തി, എല്ലായിടത്തും എത്തി. ഇനി മായ്ച്ചു കളയാൻ കഴിയില്ല. നമ്മളെ നാവുകൊണ്ട് നമ്മളെ മനസ്സിന് പല വിചാരം വരും. എന്തൊക്കെ വിചാരം വരലുണ്ട്? ആ വിചാരങ്ങളൊക്കെ വിചാരമായിട്ട് മാഞ്ഞു പോകണം. പറയാൻ പാടില്ല. പറഞ്ഞാൽ അത് റെക്കോർഡിൽ വന്നു. തിന്മയാണെങ്കിൽ പറയാൻ പാടില്ല. നന്മയാണെങ്കിലോ? നന്മയാണെങ്കിൽ പറയാം. നന്മ റെക്കോർഡിൽ വന്നാൽ അതാണ് അല്ലാഹു റസൂൽ ഓർമ്മപ്പെടുത്തുന്നത്. ഒരു നന്മ ഒരാൾ വിചാരിച്ചു, ചെയ്യാൻ പറ്റിയില്ല, എന്നാലും കൂലി. ഒരു തിന്മ ഒരാൾ വിചാരിച്ചു, ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ശിക്ഷ. ഇത് അല്ലാഹു തആല നമുക്ക് ചെയ്ത വലിയ നിഅമത്താണ്. അപ്പൊ നമ്മുടെ നാവ് കൊണ്ട് ഒരിക്കലും പടച്ചോൻ പൊരുത്തപ്പെടാത്ത, ഞാനാണ് മരിച്ചെങ്കിലോ എന്ന് കരുതി, എന്തേ പിന്നെ താമസം, മരിച്ചെങ്കിലോ എന്ന് കരുതിയാർന്നു കേൾക്കണം. ഒരിക്കലും ഒരു സത്യവിശ്വാസിക്ക് അതിന്റെ ആവശ്യമില്ല. നാം ഒറ്റക്കല്ലല്ലോ. നമ്മുടെ രോഗം നമ്മൾ വിചാരിച്ചാൽ മാറും. നമ്മുടെ ആരോഗ്യം നമ്മൾ വിചാരിച്ചാൽ നിലനിൽക്കും. നമ്മുടെ മുസീബത്ത് നമ്മൾ വിചാരിക്കും വരാതിരിക്കും. അല്ലാഹുവാണ് എല്ലാറ്റിന്റെയും ഉടമസ്ഥൻ. അപ്പൊ പിന്നെ നമുക്ക് ഒരിക്കലും ഞാൻ ഒറ്റക്കല്ല. ആൾക്കൂട്ടത്തിലും നാം ഒറ്റക്കല്ല. ഖബറിൽ ചാടിയാൽ നമ്മൾ ഒറ്റക്കല്ല. ഒരു പൊട്ടക്കിണറ്റിൽ നമ്മൾ വീണുപോയി, നമ്മൾ ഒറ്റക്ക ആണോ? അല്ല, ബിഗാൻ വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ അതിന് ബേജാറാകണ്ട. അല്ലാഹു തആല കാത്തു രക്ഷിക്കട്ടെ. പൊട്ടക്കിണറ്റിൽ വീണ് പറഞ്ഞപ്പോ എല്ലാവരും ഇങ്ങനെ ബേജാറാകാൻ. അങ്ങനെ ഒരു സംഭവം നടന്നെന്ന് വെക്കാം. നമ്മൾ ഒറ്റക്കാണോ? നമുക്ക് അവിടെയും ഉണ്ട് അല്ലാഹ്. നമ്മൾ വിശ്വസിക്കുന്ന അല്ലാഹു തആല നമ്മുടെ കണ്ണിലും മൂക്കിലും കൽബിലും, നമ്മുടെ രഹസ്യത്തിലും പരസ്യത്തിലും, നമ്മുടെ ഇരുട്ടിലും വെളിച്ചത്തിലും എല്ലാം ഒരു ഉടമസ്ഥനായ അല്ലാഹ്. അതാണ് സത്യവിശ്വാസി. ജീവിതം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളെ ജീവിതം? ഇപ്പൊ ചില ആളുകൾക്കൊക്കെ ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോത്തിന് പട്ട ടെൻഷനാകാൻ അല്ലേ? എന്തെങ്കിലും ഒന്നും ഉണ്ടായാൽ മതി, അപ്പാത്തിന് ഓൻ പറ്റത്താളോ. ഈ ഭൂമിയിലേക്ക് നമ്മൾ വരുമ്പോ ചിരിച്ചുകൊണ്ടാ വന്നത്, കരഞ്ഞുകൊണ്ടാ വന്നത്? ഒന്ന് ചോദിച്ചു നോക്കേണ്ട ഇമ്മാനോട്, നിങ്ങളൊക്കെ ജനിച്ചപ്പോ ചിരിച്ചക്കാണോ അതല്ല കരഞ്ഞക്കാണോ? വേറെ കുറെ കുട്ടികൾ ജനിക്കുന്നത് നമ്മൾ കാണില്ലേ? ഓരോ കുട്ടിയും ജനിച്ചു വീണപ്പോ ചിരിച്ചോ അതോ കരഞ്ഞോ?
അന്തം വിട്ട് അങ്ങാടി കൂടെ അങ്ങനെ നടന്നാ പോലെ അവനവന്റെ പെരീത്തെ കാര്യം ഒന്ന് നോക്കിക്കൂടെങ്കൊക്കെ അല്ലാഹു തആല റഹ്മത്ത് തരട്ടെ. അപ്പൊ നമ്മുടെ കുട്ടികൾ എന്താണ്, കുട്ടി ജനിച്ചപ്പോൾ കരഞ്ഞുകൊണ്ട് ജനിച്ചപ്പോൾ തന്നെ മനസ്സിലായില്ലേ ഈ ഭൂമി കരയാനുള്ളതാണ്, സങ്കടപ്പെടാനുള്ളതാണ്, കഷ്ടപ്പാടിൻ്റെതാണ്, വിഷമത്തിൻ്റെതാണ്. കരഞ്ഞുകൊണ്ട് നമ്മൾ ജനിച്ചത്. പിന്നെ അല്ലാഹു തആല ഇത്ര സന്തോഷം തന്നോ, അൽഹംദുലില്ലാഹ്. എത്ര സ്തുതിക്കണം. മനുഷ്യന് ഭൂമിയിൽ എന്താണുള്ളത്? കഷ്ടപ്പാടും വിഷമമൊക്കെയാണ്. കരഞ്ഞുകൊണ്ടാണ് ഇവിടെ വന്നപ്പോഴോ നമ്മളെ ജീവിതത്തെ ഒന്ന് പറയാം, അല്ലേ? 2 വാഹനത്തിന്റെ അടക്കാണ് നമ്മളെ ജീവിതം. ഏതാ ഒരു വാഹനം? നമ്മൾ ജനിച്ചപ്പോ ഉമ്മാന്റെ കയ്യിൽ ഇങ്ങനെ മലത്തിങ്ങനെ കടത്തി, മലർന്നിങ്ങനെ കടക്കുക. അപ്പൊ ഉമ്മ എന്ത് ചെയ്തു? ഉമ്മ ഇവിടെ നിർത്തിട്ട് അങ്ങോട്ട് വെച്ചു, അവിടെ നിർത്തിട്ട് ഇങ്ങോട്ട് വെച്ചു. അന്നത്തെ വാഹനം ഏതാണ്? അന്നത്തെ വാഹനം ഉമ്മാന്റെ കയ്യാണ്. കയ്യിൽ മലന്ന് ഇങ്ങനെ കിടക്കുകയാണ്, വല്ലതും കയ്യോ? അതാണ് അന്നത്തെ വാഹനം. എന്നാൽ ഇനി അതേപോലെ മലർന്ന് കിടക്കണ മറ്റൊരു വാഹനം തയ്യാറായി നിൽക്കുന്നുണ്ട്. ഉണ്ടോ അല്ലേ? അതേതാ? പുതിയൊരു വണ്ടി വരുമ്പോത്തിന് അയിമൊന്ന് കയറിയൊക്കെ ആയിട്ട് കയ്യിലൊന്ന് യാത്ര ചെയ്യാറ്റ് എല്ലാവർക്കും പൂതിയുണ്ട്. എന്നാ ഈ കട്ടിൽ എത്ര ദിവസമായി പള്ളിക്ക് നിൽക്കണേ? ഒന്ന് കടന്നു നോക്കി ആരെങ്കിലും എന്താ ഇതിനെ മട്ടെന്നറിയാൻ? ഒന്ന് കേറി കടന്നു നോക്കിയാൽ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ജനിച്ചപ്പോൾ ഉമ്മാന്റെ കയ്യിൽ മലർന്ന് കടന്ന മാതിരി നമുക്കൊരു അവസ്ഥ വരാനുണ്ട്, മരിക്കും. അപ്പൊ ഇങ്ങനെ മലർന്നിങ്ങനെ കിടക്കേണ്ടി ഒന്നിനും കഴിയൂല. ഈ 2 കിടത്തത്തിന്റെ ഇടക്കാണ് നമ്മളെ ജീവിതം. ഈ 2 വാഹനത്തിനിടയിലാണ് നമ്മളെ ജീവിതം. അല്ലാഹു ഖൈർ തരട്ടെ. ആരും പണം കൊണ്ട് അഹങ്കരിക്കണ്ട, ആരും അധികാരം കൊണ്ട് അഹങ്കരിക്കണ്ട, ആരും പാണ്ഡിത്യം കൊണ്ട് അഹങ്കരിക്കണ്ട, ആരും ഒരു കഴിവുകൊണ്ടും അഹങ്കരിക്കണ്ട. ഇത്രയും നമ്മളെ സംഗതിയുള്ളൂ. 2 കുളിപ്പിക്കലിനിടയിലാണ് നമ്മുടെ ജീവിതം. 2 കുളിപ്പിക്കലിനിടയിലാണ് നമ്മുടെ ജീവിതം. ഒരു കുളിപ്പിക്കൽ കഴിഞ്ഞില്ലേ? നമ്മൾ ജനിച്ചപ്പോ ആരോ നമ്മളെ കുളിപ്പിച്ചു, അല്ലേ? നിങ്ങൾ ജനിച്ചപ്പോ ആരേക്കാരം നിങ്ങളെ കുളിപ്പിച്ചു? കുളിപ്പിച്ചിക്കണോ അല്ലേ? ഉറപ്പാണ്. നമ്മൾ ജനിച്ചപ്പോൾ നമ്മെ ആരോ കുളിപ്പിച്ചു, അല്ലേ? ഇനി നമ്മൾ മരിക്കും, ഒരാൾ കുളിപ്പിക്കൂലേ? അതാരേക്കാരം? പിന്നെ എവിടുക്കാ നിങ്ങൾ ഈ വലിയതും വിട്ട് നടക്കണേ? നമ്മളൊരു അത്യാവശ്യ സംഗതിയാണല്ലോ ഒരു മേല് കഴുകുക, അല്ലേ? നമ്മൾ ജനിച്ചപ്പോൾ ആരോ കുളിപ്പിച്ചു, ഇനി നമ്മൾ മരിക്കുമ്പോൾ മറ്റാരോ കുളിപ്പിക്കും. 2 കുളിപ്പിക്കലിനിടയിലാണ് നമ്മുടെ ജീവിതം, അല്ലേ? ബാങ്കും ഇഖാമത്തും കൊടുത്താല് നിസ്കരിക്കാൻ പിന്നെ എത്ര സമയം? ഞാൻ ആ പുത്തനത്താണികൾ എത്തുമ്പോ ഇശാന്റെ ബാങ്ക് കേട്ടപ്പോ തന്നെ തുടങ്ങി ബേജാറ്. പഠിച്ചോനെ, ബാങ്ക് കൊടുത്തല്ല, ഇനി ഇഖാമത്തിന് അത്രേ ഉള്ളൂ താമസം. അവിടെ വന്ന് നോക്കുമ്പോ റോഡ് തിരിയണില്ലേ, എവിടേക്കാ പോകേണ്ടത്? അങ്ങോട്ടും അതിലെങ്ങനെല്ലാം കൂടി കുസ്തി പറഞ്ഞുകൊണ്ട് ഇറങ്ങി വന്ന് നോക്കുമ്പോ അവിടെ ഒരു വാർപ്പ് കണക്കാണ്, വണ്ടിയൊക്കെ അവിടെ ബ്ലോക്കായി. പിന്നെ ചങ്കര് മുള്ളുറിയാൻ മതി, അങ്ങോട്ടും പോകാൻ പറ്റും, അങ്ങോട്ടും പോരാ. അതിലാണ് പിന്നെ വിളിച്ച് പിന്നെ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങി നടന്നിട്ട് അതാണ് ചെറിയൊരു 5 മിനിറ്റ് താമസം പറ്റിയത്. അപ്പൊ ഞാൻ ഓർമ്മപ്പെടുത്താണ്, നമ്മളെങ്ങനെയാണുള്ളത്? നമ്മളെ ബാങ്കും ഇഖാമത്തും കൊടുത്തു വെച്ചിരിക്കണേ. മയ്യത്ത് നിസ്കാരത്തിന് ബാങ്കുണ്ടാ? ഇഖാമത്തുണ്ടാ? ഇല്ല. എല്ലാരും ഒതുർത്തില്ലേ എന്നിങ്ങനെ ചോദിക്കും. ബാങ്കും ഇഖാമത്തും ഇല്ല. അപ്പൊ ബാങ്കും ഇഖാമത്തും കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നിസ്കാരത്തിന് എത്ര ടൈം ബാക്കിയുണ്ട്? അത്രയാണ് ദുനിയാവിലെ ജീവിതം. അത്രയാണ്. അതായത് സ്വർഗത്തിൽ നമുക്ക് കിട്ടാൻ പോകുന്ന ദീർഘകാല ജീവിതത്തെ അപേക്ഷിച്ച് ദുനിയാവിന്റെ ജീവിതം ബാങ്ക് ഇഖാമത്തിന്റെ അടക്കൾ അത്രേ ഉള്ളൂ. അപ്പൊ അതും അങ്ങനെ പോയി. എന്നാ ഞാൻ ഒന്നും കൂടി പറഞ്ഞിട്ട് 2 അറകൾക്കിടയിലാണ് നമ്മളെ ജീവിതം. 2 അറകൾക്കിടയിലാണ് നമ്മളെ ജീവിതം. ഏതാ ഒരു ചെറിയ അറ? അത് ഉമ്മാന്റെ ഗർഭാശയാണ്, അല്ലേ? അവിടെ എല്ലാരും ഒന്ന് താമസിച്ചില്ലേ? പിന്നെ എവിടുന്നേ വന്നേ? അല്ലാഹു റബ്ബി, ഉമ്മയുടെ ഗർഭാശയം അതൊരു ചെറിയ അറയാണ്. അവിടെ എല്ലാരും താമസിച്ചു, അല്ലേ? ഇപ്പൊ നമ്മൾ ഓരോരുത്തരെ വീട് ഇങ്ങനെ കണ്ട, അല്ലാഹു നല്ല വീട് തരട്ടെ. നമ്മളെ ഭൂമിയിൽ താമസിക്കാൻ ആകെ ഒരു സമ്പാദ്യം ഒരു വീടാണ്, അല്ലേ? ഓരോരുത്തരെ അവസ്ഥക്ക് യോജിച്ചുകൊണ്ടൊരു വീട് നല്ലതന്നെ, അല്ലേ?
പക്ഷെ വീട് നല്ലതാന്ന് വിചാരിച്ചിട്ട് ദൂർത്ത് വീടുമ്പലുണ്ടാക്കി വീടുമ്പല് ദൂർത്ത് ആലോചിച്ച് നോക്കണ്ട. ഒരു രാജാവിനനുസരിച്ചുള്ള ഒരു വീട് വേണ്ടിയിട്ട് അല്ലേ? ഒരു കഴിവുള്ള ആള് ഒരു കീറിയ ബനിയനൂട്ടുകാട് പള്ളിന്റെ ചേറ്റടിമ അങ്ങനെ കുത്തിരുന്നാലേ ബെന്നോല് ആരെങ്കിലും 10 രൂപ കൊടുത്താൽ വാങ്ങി വെക്കണ്ടേ? അത് അള്ളാഹു തആല ഇഷ്ടപ്പെടുന്നില്ല. ഒരാള് അവസ്ഥക്കനുസരിച്ച് ഇന്റെ അവസ്ഥക്കനുസരിച്ചുള്ള തുണി കുപ്പായം വാച്ചും ഒക്കെ എനിക്ക് ഉണ്ടാവണം. നിങ്ങൾക്കനുസരിച്ച് ആർക്കും അത് പിന്നെ പാവായിങ്ങാണ്ട് ഇങ്ങനെ ഇരുന്നുകൊണ്ട് ആരെങ്കിലും സക്കാത്തിന്റെ കയ്യേണ്ട അവസ്ഥ ഉണ്ടായാൽ പറ്റില്ല. അതിന്റെ അപ്പുറം ദൂർത്താണ് പാടില്ല. അപ്പൊ നമ്മളിവിടെ പല വീടും കാര്യമൊക്കെ ഉണ്ടാക്കണേ. പക്ഷെ എന്താ സംഗതി? നമുക്ക് കബറാകുന്ന വീട്ടിലാണ് ഇനി ഒരു ഇടുങ്ങിയ അറയാണ് അല്ലേ? ഉമ്മയുടെ ഗർഭാശയം ഒരാള, പിന്നെ കബറ് മറ്റൊരാള. 2 അറക്കിടയിലാണ് നമ്മളെ ജീവിതം. പടച്ചോൻ ഹൈറാക്കി തരട്ടെ. ഞാൻ ഇതൊക്കെ പറഞ്ഞതിനാ നമ്മളെ പറ്റി നമ്മളൊന്ന് വിചാരിക്ക. എന്തപ്പന്റെ ഹാല് ഇതാണ്. എന്നിപ്പോ വേദാക്കാൻ എന്നും ഒരാളെ നമുക്ക് പറഞ്ഞു തരാണ്ടാവും. ഒരു നിശ്ചിത സമയം എത്തിയാൽ നമ്മളെ ജീവിതത്തെ നമ്മൾ സ്വയം ഒരു ആത്മപരിശോധന നടത്താം. എന്റെ ജീവിതം എന്താണ് പഠിച്ചോനെ? ഇത്രയല്ലേ ഉള്ളൂ. ഞാൻ മലിനിങ്ങനെ കടന്നു, ഇനി 2ാമത് മലിനൊന്ന് കടക്കാൻ നിൽക്കും. അത്രേ ഉള്ളൂ എന്റെ ജീവിതം. പിന്നെ ഞാൻ ആരോടായി തെറ്റി നിൽക്കണത്? ഞാൻ ഈ മധ്യസ്ഥം പറയാൻ വേണ്ടി കുറെ മെനക്കെടുന്നു. ഭാര്യയും ഭർത്താവും തെറ്റി, ചിലപ്പോ സ്വത്ത് ഒരിച്ചിങ്ങാണ്ട് വാപ്പിയും മക്കളും തെറ്റി, ചിലപ്പോ സംഘടനാപരമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റി. ഈ കേസൊക്കെ ഇങ്ങനെ പറയുമ്പോ ഓരോരുത്തരും ഇങ്ങനെ പറയുന്നു കേട്ടോ, അബ്ബന് ഇവിടുന്ന് മരിച്ചാൻ പരിപാടിയില്ലാത്ത മാടി. ഓരോരുത്തരും ഭർത്താനൊക്കെ കേട്ടു നോക്കി അബ്ബ ഇവിടെ കാലാകാലം നിൽക്കണ മാതിരി. നമ്മൾ അങ്ങനത്തെ ഒരു വാശിയൊന്നും പറഞ്ഞു. മനുഷ്യന്റെ സഹജമായിട്ട് തെറ്റും കുറ്റമൊക്കെ ഉണ്ടാകും. ആരപ്പില്ലാത്തത് പറയണ ഞാനേറ്റവും മുന്തിയ ആളാ. എല്ലാവർക്കും ഉണ്ടാകും തെറ്റും കുറ്റമൊക്കെ, എല്ലാവർക്കും ഉണ്ടാകും. പക്ഷെ അങ്ങനെ വാശി, അത് പിന്നെ പിടിവാശി, അത് പിന്നെ ദുർവാശി. അവിടക്കൊന്നും എത്തണ്ട. ഇന്നാൾ ആരോ ഒരാൾ മരിച്ചത് ശനിയാഴ്ച. അപ്പൊ അവിടെ ചെന്നപ്പോ ആൾക്കാരൊക്കെ പറഞ്ഞു ഇയാളാ വ്യാഴാഴ്ച മരിച്ചേക്കാണെങ്കിൽ പള്ളിക്കത്തെ ജനറൽ ബോഡി മര്യാദക്ക് നടന്നില്ല. അപ്പൊ ജനറൽ ബോഡിയിൽ വേണ്ട കുരുമാരുണ്ടാക്കിയാണ്ട് ജനറൽ ബോഡി നിർത്തി വെച്ചേക്കാണ്. അപ്പൊ ഇയാളെ മരിച്ചതിനെ പറ്റി ആൾക്കാർ പറഞ്ഞാൽ എന്താ? ഇയാള് വ്യാഴാഴ്ച മരിച്ചേക്കാണെങ്കിൽ ആ ജനറൽ ബോഡി മര്യാദക്ക് നടത്തിയാണ്. അപ്പൊ നമ്മൾ ഓർക്കണം, നമ്മളെ വാക്കും പ്രവൃത്തിയൊക്കെ എല്ലാവരും മനസ്സിലുണ്ടാകും. അപ്പൊ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ കുറച്ചും കൂടി ഒക്കെ ഒന്ന് ഇങ്ങനെ അടുത്തിരുന്ന് നോക്കാൻ നിങ്ങളെ വകയായിട്ട് വലിയ കൂലി കിട്ടും. അടുത്തിരുന്നാൽ ലേശം അതെങ്ങനെയാ? നിങ്ങൾ തലകൊണ്ട് ഇങ്ങനെ ആയിട്ട് കാര്യമില്ല, ഉടലുകൊണ്ടുകൊണ്ട് പോരണം. അപ്പോഴേ ആ സ്ഥലം കിട്ടുള്ളൂ. പിന്നെ വന്ന ആൾക്കാർക്ക് കമ്പം വേണം ഞങ്ങൾക്ക് ഇരിക്കണം എന്നുള്ളത്. അല്ലാതെ ഇപ്പൊ ഇന്നെ കണക്കാക്കിയിട്ട് മാത്രം നിൽക്കണ്ട. ഒന്നും കൂടി അടുത്തിരുന്നോളൂ. മുഅ്മിനീങ്ങളുടെ അടുത്തിരിക്കുമ്പോഴല്ലേ അതിന്റെ ഒരു ഉഷാർ. അല്ലാഹു നീ ആഫിയത്ത് തരണേ അല്ലാഹ്, ഖൈറ് തരണേ അല്ലാഹ്. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ നമ്മൾ നന്നാകണ ചില ചിന്ത നമ്മളെടുത്ത് വേണം. പടച്ചോനെ ഞാൻ ആരാണ്, എന്താപ്പന്റെ അവസ്ഥ? അപ്പൊ 2 അറക്കടയിലാണ് നമ്മളെ ജീവിതം. ഒരറ ഏതാ? ഒരറ ഉമ്മാന്റെ ഗർഭാശയാണ്. മറ്റേത് കബറാണ്. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസം ഉണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിക്കണം. രണ്ടും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. എന്താ? ഗർഭാശയം എന്ന് പറഞ്ഞാൽ ഒരു മിനി സ്വർഗ്ഗം, ഒരു മിനി സ്വർഗ്ഗം. എന്തിനാ അങ്ങനെ ഒരു സ്വർഗ്ഗം നമുക്ക് അല്ലാഹു തന്നത്? അത് നമ്മളെ പാപ്പ നബിയുല്ലാഹി ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ട് കുറച്ച് എവിടെ താമസിപ്പിച്ചു? സ്വർഗ്ഗത്തിൽ താമസിച്ചു. ആദം നബി കുറച്ച് എവിടെ താമസിച്ചു? സ്വർഗ്ഗത്തിൽ താമസിച്ചു. ഇങ്ങനെ അപ്പൊ വല്ലിപ്പ കുറച്ച് സുഖം എടുത്തിട്ടാണ് ഭൂമിക്ക് വന്നത്. അത് ഞമ്മക്കും തരികയാണ് മക്കൾക്ക്. ഉമ്മയുടെ ഗർഭാശയത്തിൽ കുറച്ചൊന്ന് സുഖിച്ച് അവിടെ കിടക്കുക, ഒരു വിഷമമില്ല. അവിടെ അച്ചടക്കത്തിൽ അവിടെ കിടന്നാൽ മതി. വല്ല കുഴപ്പമുണ്ടോ? 2 കുട്ടികളാണ് നിൽക്കുക, വല്ല ബുദ്ധിമുട്ടുണ്ടോ? 3 കുട്ടികളാണ് നിൽക്കുക, വല്ല പ്രയാസമുണ്ടോ? ഗർഭാശയത്തിൽ ഒന്നും തിരക്കൊന്നുമില്ല. ഉണ്ടോ? അവിടെ അസൂയല്ല, തിരക്കലില്ല, ബാക്കിയുള്ളതില്ല. 3 കുട്ടികൾ ഉമ്മാന്റെ ഗർഭാശയത്തിൽ ഉണ്ടായിട്ട് ഒരു കുട്ടിയെ നേരത്താണ് പോന്നു. ഓന്റെ പുറത്തൊക്കെ ആകണം മുറിയേക്കണം, മറ്റു 2 ആൾ മാന്തിയതാണ്. അങ്ങനെ കേസുകൾ ഇതുവരെ കേട്ടിക്കണം. അവിടെ അസൂയന്റെ അത് സ്വർഗ്ഗാണ്. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗ്ഗാണ്. അവിടെ എല്ലാം ഫ്രീ ആയിട്ട് കിട്ടുന്ന സ്ഥലം. അല്ലാഹ് നമ്മളെ ഉമ്മാക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കണം. ഉമ്മാന്റെ ഒപ്പം പോകാൻ ഞങ്ങൾക്കും ഭാഗ്യം തരണേ അല്ലാഹ്. ഞങ്ങളൊക്കെ പൊരുത്തം വാങ്ങാൻ ഞങ്ങളെ മക്കൾക്ക് തൗഫീഖ് കൊടുക്കണേ അല്ലാഹ്. അതല്ലേ വേണ്ട. ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗ്ഗാണ്. എന്താ സ്വർഗത്തിന്റെ വലിയ പ്രത്യേകത? സ്വർഗത്തിലൊക്കെ ചോദിക്കാതെ കിട്ടും. സ്വർഗത്തിലൊക്കെ ചോദിക്കാതെ കിട്ടും. ഉമ്മാന്റെ ഗർഭാശയത്തിന് കിട്ടിയ മുതലിനെ അല്ലോളൂ നമ്മളെടുത്ത് അല്ലേ?
വേറെ ഏതെങ്കിലും ഉണ്ടോ? അതിന്റെ രണ്ട് കണ്ണ് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതോ അപേക്ഷ കൊടുത്തിട്ട് കിട്ടിയതോ? അപേക്ഷ കൊടുത്തി. ഞമ്മക്ക് രണ്ട് കണ്ണ് വേണ്ട സ്ഥലത്താണ് അല്ലാഹു തആല ഫിറ്റ് ചെയ്തത്. നോക്കിങ്ങൾ, രണ്ട് കണ്ണും കൂടി കൂടിയിട്ട് തീവണ്ടിന്റെ ലൈറ്റ് മാതിരി ഒറ്റ ഒന്നാ വെച്ചിക്കണിച്ചാ എങ്ങനെ ഉണ്ടാവും? അല്ലാഹു തആല രണ്ട് മൂക്ക് ഫിറ്റ് ചെയ്തത് കണ്ടെങ്കിൽ അല്ലാഹു തആല ഈ രണ്ട് മൂക്ക് തന്നത് ഒന്നിങ്ങനെ ഓകാലമാതിരി വലുതായിട്ടും ഒന്ന് ചെറുതായിട്ടും ആണെങ്കിൽ എന്തേക്കാരം മട്ടം അല്ലേ? ഇപ്പൊ അള്ള രണ്ട് പാകത്തിൽ വെച്ചേക്കാണ് ഒരേ മാതിരി, ഏത് വെല്ലിട്ടാലും പാകമായിട്ട്. നോക്കിങ്ങൾ കണ്ടോ? അത്ര സന്തോഷത്തിൽ അല്ലാഹു തആല വെച്ചത്. ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് മിനി സ്വർഗമാണ്. അവിടെ ഒക്കെ ഫ്രീ ആണ്, ഒക്കെ ഫ്രീ ആണ്. പടച്ചോനെ, എന്നാലേ അത് വിചാരിച്ചിട്ട് ഖബർക്കാണ് വരാൻ നിൽക്കണ്ട. അവിടെ ഒരു ഉറുപ്പ്യന്റെ മുതൽ ഫ്രീ കിട്ടൂല. അതന്നെ വ്യത്യാസം. കഴിഞ്ഞു പോയ അറയിൽ ഒക്കെ ഫ്രീ ആണ്. വരാൻ പോണ അറയിലോ? വരാൻ പോണ അറയിൽ ഫ്രീ എന്ന് പറഞ്ഞിട്ടുള്ള പരിപാടി ഇല്ല. പടച്ചോൻ നമ്മളെ കാക്കണം. ഖബറാകുന്ന വീട്ടിലേക്കാണ് ചെന്നാൽ ഓശാരമായിട്ട് തരാനൊന്നുമില്ല. അവിടെ ചെന്നോടുമ്പോ ചില വിചാരണകളുണ്ട്. മൻ റബ്ബുക വമൻ നബിയുക ഇല്ലേ, വമാ ഇമാമുക വമാ ഖിബ്ലതുക വമൻ ഇഖ്വാനുക വമൻ അഖ്വാതുക ഇല്ലേ, ഇദാ ജാഅകൽ മലക്കാനിൽ മുഅക്കലാനിൽ കരീമാനിൽ അസീമാനിൽ ഹായിലാനി സായിലാനി കൽ മുൻകർ കൽ മുസമ്മയാനി ബി മുൻകരിൻ വനകീർ അലൈഹിമാ മിനല്ലാഹി സലാം. മുൻകർ നകീർ നല്ലോണം ചെല്ലിക്കോളി. എല്ലാരും പേരും ഒരേ മാതിരി കരുതണ്ട. നമുക്ക് ഇതൊക്കെ വേറെ വേറെ ആൾക്കാരാണ്. മലക്കുൽ മൗത്ത് അസ്റായീൽ ഇവിടെ എവിടെയെങ്കിലും വന്ന് നിൽക്കണ്ടോന്ന് അറിയില്ല. നല്ലോണം ചെല്ലി മൂപ്പരൊക്കെ തൃപ്തിപ്പെടുത്തി പോവുകയാണ് നമുക്ക് നല്ലത്. അല്ലാഹു തആല ഖൈറു ആഖിബത്ത് നന്നാക്കി തരട്ടെ. എല്ലാരും പേരും ഇങ്ങനെ വയന്ന് ഓട്ടോറിക്ഷക്കാരനോട് പോകല്ലേ വെച്ച് പോണെങ്കിൽ പോകാറുണ്ട്. അത് എല്ലായിടത്തും നടക്കൂല. ആണെങ്കിൽ തന്നെ പോകേണ്ടി വരും. അപ്പൊ അല്ലാഹു നമുക്ക് ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഹബീബുനാ മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം ഉമ്മയുടെ ഗർഭാശയം ഒരു മിനി സ്വർഗമാണ്. നല്ല രണ്ട് കണ്ണ് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. സംസാരിക്കാൻ നാവ് അവിടുന്ന് ഫ്രീ ആയിട്ട് കിട്ടിയതാണ്. ചിന്തിക്കാൻ ബുദ്ധിശക്തി അവിടുന്ന് സന്തോഷമായിട്ട് കിട്ടിയതാണ്. അല്ലാഹു റബ്ബി, ആ രണ്ട് ചുണ്ട് നോക്കിങ്ങൾ നല്ല ഭംഗിയിൽ ഒരാളെ ഭംഗി നിർണ്ണയിക്കുന്ന ഒരു ചുണ്ടിന്റെ ഒരു പങ്കെത്രയാണ്? ചെറുതായിട്ട് ചുണ്ടൊന്ന് ചെരിഞ്ഞു, ലേശം പടച്ചോൻ കാക്കട്ടെ, ഒരു ലേശം ചെരിഞ്ഞാൽ കുടിച്ചിന വെള്ളം അവിടെ നിൽക്കും. കുടിക്കണ വെള്ളം അവിടെ നിൽക്കും. വെള്ളം തൊള്ളേക്കാണ് പാരുമ്പാത്തിന് ഒരു ഭാഗത്ത് കൊണ്ട് പോരും, ഒരു ഭാഗത്ത് കൊണ്ട് പോരും. അതല്ലേ ഇവിടെ ഇപ്പൊ കുറെ എക്സ് മുസ്ലിം, നിരീശ്വരവാദി, ബാക്കിയുള്ള വാദി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. ഒരു കഥയില്ലാത്തത് കൊണ്ടാണ്. പണ്ട് പടച്ചോല്ല എന്ന് പറയുന്ന ഒരു ചങ്ങായി അങ്ങനെ നടന്നു പോകുമ്പോ വള്ളിമ്മലുണ്ടെങ്കിൽ ഇങ്ങനെ കുമ്പളങ്ങിയും മത്തനും ഒക്കെ ഉണ്ടായി. ചെറിയ വള്ളിമ്മലല്ലേ മത്തൻകായ് ഉണ്ടായിരുന്നു. വള്ളി ചെറുത് കായ് വലുത്. കുറച്ചാണ് ചെയ്ത് നോക്കുമ്പോ വലിയ കുമ്പളങ്ങ. അതിന്റെ വള്ളി എത്ര ഉണ്ട്? ചെറിയ വള്ളി. അപ്പൊ ഇവൻ ഇതിനെപ്പറ്റി ഇങ്ങനെ കണ്ടുകാണി ചെറിയ വള്ളിമ്മലാണ് ഇപ്പൊ ഈ വലിയ കുമ്പളങ്ങ വെച്ചിക്കണത്. എന്ത് പടച്ചോനാ ഇയാള്, പടച്ചോനെ പറ്റി മേത്ത് കെട്ടുങ്ങാത്തി. അങ്ങനെ ഇപ്പൊ ഇങ്ങനെ നടന്ന് കുറെ ആൾ എത്തി നോക്കുമ്പോ കുഴങ്ങി ഒരു മരത്തിന്റെ ചോട്ടിന്റെ അവിടെ തണലിരുന്നു. നോക്കുമ്പോ അത് നെല്ലിക്കമരാണ്. അപ്പൊ അതിന്റെ മേലൊക്കെ നോക്കുമ്പോ ചെറിയ ചെറിയ നെല്ലിക്ക. വലിയ മരത്തുമ്പോ ചെറിയ നെല്ലിക്ക. അപ്പോഴാണ് ഇവൻ ഇങ്ങനെ ആലോചിച്ചത്, ഈ പടച്ചോന് ലേശം അന്തണ്ടെങ്കിൽ ഈ വലിയ കായ് വരും, ഈ ചെറിയ കായ് വള്ളിമരും അല്ലേ വെക്കേണ്ടത്? എന്താ നിങ്ങളെ അഭിപ്രായം? അല്ല നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഈ വലിയ നെല്ലിക്ക മരത്തുമലല്ലേ ഈ മത്തൻകായ് വെക്കേണ്ടത്? ഈ ചെറിയ നെല്ലിക്ക എമ്മലും വെക്കണം. ഇതും ആലോചിച്ചിട്ട് ഇപ്പൊ ഇങ്ങനെ പടച്ചോല്ലാന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അങ്ങനെ ആ നടത്തുകാണ് ഞാൻ ക്ഷീണിച്ച നെല്ലിക്കല്ലേ പ്രത്യേകിച്ച് ഉറക്കം വേം വരുവാണ്. ആ തണലിൽ മരത്തുമ്പോ ചാരി ഇങ്ങനെ ഇരുന്നാണ് ഉറങ്ങി. അപ്പോഴാണ് ഒരു പക്ഷി ഈ നെല്ലിക്ക മരത്തുമ്പോ വന്നിരുന്നത്. പക്ഷിയാണ് വന്നിരുന്നപ്പം ഒരു നെല്ലിക്ക കുടുന്ന് പറഞ്ഞത് വീണത് ഇവന്റെ മൂക്കുമക്കാണ്. ചോനെ മൂക്കുമക്കാണ് നെല്ലിക്ക വീണോക്കും ആകണം നെറ്റി ഉണന്ന് മൂക്കൊക്കെ പാട്ട് ചോന്ന് വേദനയായിട്ട് നിൽക്കാൻ പറ്റും. അപ്പൊ ഇങ്ങനെ നോക്കി എന്താ വീണത് നോക്കുമ്പോ ഒരു നെല്ലിക്കാണ്. അപ്പോഴപ്പ ആലോചിച്ചത് ഇതെങ്ങാനും മത്തങ്കായി ആണെങ്കിൽ എന്തേക്കാല സ്ഥിതി. അപ്പൊ ചില സംഗതിയൊക്കെ അനുഭവിച്ചറിഞ്ഞെങ്കിലേ പടച്ചോനെ വെക്കാവുള്ളൂ. മനസ്സിലായില്ലേ? അപ്പൊ
പടച്ചോൻ വെച്ചത് എന്തെന്നെയാണ്? മത്തം നല്ലത് എവിടെ തന്നെയാണ്? ആ പള്ളിമ തന്നെയാണ്. മനസ്സിലായോ? അപ്പൊ അല്ലാഹു തആല നമുക്ക് ഓരോന്നും റബ്ബ് റബ്ബ് എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥം. റബ്ബ് എന്ന് പറഞ്ഞാൽ എന്താണ്? തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈആ. അലസ്തു ബിറബ്ബിക്കും എന്ന് അല്ലാഹു ചോദിച്ചു. അലസ്തു ബിറബ്ബിക്കും എവിടുന്ന് ചോദിച്ചേ? ഞാൻ നിങ്ങളെ റബ്ബല്ലയോ എന്ന് അല്ലാഹു ചോദിച്ചല്ലോ. എവിടുന്ന്? ആലമുൽ അർവാഹിൽ എല്ലാരും ഒരുമിച്ച് കൂട്ടി. ഇന്നാൾ ഇന്നെ കണ്ടപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദിനെ എവിടെയോ കണ്ട മാതിരിണ്ടല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു, ആലമുൽ അർവാഹിൽ ജല്ല അപ്പുറത്തിരുന്നീന്, നമ്മൾ രണ്ടാളും ഒരുമിച്ചല്ലേ ഇരുന്നീന. അല്ല, ഒരു ഉറപ്പുള്ള സ്ഥലം പറയല്ല നല്ലത്. അള്ളാഹു നമുക്ക് ഖൈറ് തരട്ടെ. അവിടെ അള്ളാഹു ചോദിച്ചു, അലസ്തു ബി റബ്ബിക്കും, ഞാൻ നിന്റെ റബ്ബ്. റബ്ബ് എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ തർബിയത്തു ശൈഇ ഇലാ കമാലിഹി ശൈഅൻ ഫശൈഅ. ഇല്ലായ്മയിൽ ഉണ്ടാക്കി വേണ്ടത് വേണ്ടപ്പോൾ വേണ്ട വിധത്തിൽ ചെയ്തു തരുന്നവൻ, അതാണ് റബ്ബ്. അതാണ് റബ്ബ്. ആ റബ്ബ് തആല ഉമ്മയുടെ ഗർഭാശയത്തിൽ വെച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൽ ആവശ്യമായ എല്ലാ ഫിറ്റിംഗ്സുകളും വെറുതെ നൽകി. അവിടെ ഒക്കെ ഫ്രീ ആണ്. ഖബറാകുന്ന വീട്ടിലേക്കാണ് ചെല്ലുമ്പോൾ ചോദ്യം തുടങ്ങും, മൻ റബ്ബുക, നിന്റെ റബ്ബാരാണ്? ഉമ്മൻ നബിയുക, നബിയാരാണ്? വമാ ഇമാമുക, നിന്റെ ഇമാമാരാണ്? എന്തായിരുന്നു ഇതുവരെ അവിടെ നിൽക്കുന്ന കാലത്ത് പണി? അള്ളാഹുവിന്റെ വായു ശ്വസിച്ചല്ലേ അവിടെ ജീവിച്ചത്? അള്ളാന്റെ വെള്ളം കുടിച്ചല്ലേ അവിടെ ജീവിച്ചത്? അള്ള തന്ന ഭക്ഷണം കഴിച്ചല്ലേ അവിടെ ജീവിച്ചത്? ആരോഗ്യം അള്ളാഹുത്തിന് തന്നില്ലേ? ഒരു കില്ലൽ ചാക്കെടുക്കാൻ മാത്രം പെരടിക്ക് ശക്തി തന്നില്ലേ? ഇന്നലെ ശക്തികൾ എല്ല് തന്നില്ലേ? റുക്കൂഴിനും സുജൂദിനും ഒക്കെ പറ്റിയ തടി തന്നില്ലേ? എവിടെയിരുന്നു ഇതുവരെ? എന്തേ ചെയ്തത്? ഇതൊക്കെ ചോദ്യം തുടങ്ങാണ്. പടച്ചോൻ കാക്കട്ടെ.